നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ്, ഇതിനെ നമ്മൾ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ GTAW എന്നൊക്കെ പറയും. ഇതെന്താണ്, എവിടെയാണ് ഈ ഒരു ടൈപ്പ് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുമെങ്കിലും ഇതൊരു നോർമൽ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് വെൽഡിംഗ് അല്ല. അതായത് നമ്മളിവിടെ ഒരു ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ചിട്ടല്ല ഈ മെറ്റലിനെ ചൂടാക്കി വെൽഡിംഗ് നടത്തുന്നത്. ഈ ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് വെൽഡിംഗ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ആർക്കിൻ്റെ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് വെൽഡിംഗ് നടത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഒരു വെൽഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, വെൽഡിനെ മറ്റു അറ്റ്മോസ്ഫിയർ ഗ്യാസുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർഗൺ അല്ലെങ്കിൽ ഹീലിയം പോലുള്ള ചില ഇനേർട്ട് ഗ്യാസുകളുടെ ഒരു ഷീൽഡിങ് ഈ ഒരു വെൽഡിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേരിൻ്റെ കൂടെ ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള പേര് വന്നത്. ശരിക്കും ഇതൊരു ഗ്യാസ് ഷീൽഡഡ് ആർക്ക് വെൽഡിംഗ് ടെക്നിക്കാണ്. ഈ ടിഗ് വെൽഡിംഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തിക്നെസ് കുറഞ്ഞ മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ അതായത് വളരെ തിക്നെസ് കുറഞ്ഞുള്ള ഷീറ്റ് മെറ്റലുകളൊക്കെ ജോയിൻ ചെയ്യാൻ വളരെയധികം സ്യൂട്ടബിൾ ആണ് ഈ ഒരു ടിഗ് വെൽഡിംഗ് ടെക്നിക്ക്. നമുക്ക് ഈ ഒരു ടിഗ് വെൽഡിംഗ് ഉപയോഗിച്ചിട്ട് ഫെറസ് മെറ്റലുകളും നോൺ ഫെറസ് മെറ്റലുകളും ജോയിൻ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം, മെഗ്നീഷ്യം, നിക്കൽ, കോപ്പർ, ടൈറ്റാനിയം തുടങ്ങിയുള്ള ഒരുപാട് ടൈപ്പ് മെറ്റലുകൾ നമുക്ക് ഈ ഒരു ടിഗ് വെൽഡിംഗ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ സെയിം മെറ്റലുകൾ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനും ഈ ഒരു ടിഗ് വെൽഡിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ടിഗ് വെൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു പവർ സപ്ലൈ വേണം. നമുക്ക് AC സപ്ലൈയിലും DC സപ്ലൈയിലും ടിഗ് വെൽഡിങ് ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമലി ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് പവർ സപ്ലൈ ആണ് ടിഗ് വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പല ഫാക്ടേഴ്സിൽ വേരിയേഷൻ വന്നാലും കറണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കറണ്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള പവർ സപ്ലൈ ആണ് ടിഗ് വെൽഡിങ്ങിന് നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു ഷീൽഡിങ് ഗ്യാസിൻ്റെ സപ്ലൈ വേണം. ആർഗൺ അല്ലെങ്കിൽ ഹീലിയമാണ് നമ്മളിവിടെ ഷീൽഡിങ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആർഗൺ എന്നുള്ള ഇനേർട്ട് ഗ്യാസാണ്. ഇനി ഇതാണ് ടിഗിൻ്റെ ടോർച്ച്. ഇതാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ടങ്സ്റ്റൺ എന്ന് പറയുന്നത് മെറ്റൽസിൽ ഏറ്റവും ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റുള്ള ഒരു മെറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇവിടെ ഉരുകി വെൽഡിൻ്റെ ഭാഗമാവുന്നില്ല. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഒരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. അതായത് ഈ ഒരു ഇലക്ട്രോഡ് ഉരുകി നമ്മുടെ വെൽഡിൻ്റെ കൂടെ ചേരുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ആ വെൽഡ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫില്ലർ മെറ്റൽ ഉപയോഗിച്ചും ഇനി വേണമെങ്കിൽ ഫില്ലർ മെറ്റൽ ഇല്ലാതെയും ഈ ഒരു ടിഗ് വെൽഡിങ് ചെയ്യാൻ സാധിക്കും. ഫില്ലർ മെറ്റൽ നമുക്ക് വേണമെങ്കിൽ മാനുവലി സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വയർ ഫീഡിങ് മെക്കാനിസം വഴി ഓട്ടോമാറ്റിക് ആയിട്ടും ഫീഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ വെൽഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഷീൽഡിംഗ് ഗ്യാസിൻ്റെ സപ്ലൈയും ഈ ഒരു ടോർച്ചിനകത്ത് കൂടെ തന്നെയാണ് വരുന്നത്. ഈ ടോർച്ചിൻ്റെ എൻഡിലായിട്ടൊരു ഗ്യാസ് നോസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ നോസിൽ ആ ഒരു ഷീൽഡിംഗ് ഗ്യാസിൻ്റെ ഫ്ലോനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഈ ഒരു നോസിൽ ജനറലി ഒരു സെറാമിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ആ നോസിലിൻ്റെ ഇന്നർ ഡയമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഒരു നോസിലിനൊരു നമ്പറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ചില ടോർച്ചിന് എൻഡിൽ ഒരു ഗ്യാസ് ലെൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഗ്യാസ് ലെൻസ് എന്ന് പറയുന്നത് ഒരു വയർ ഗ്രിഡാണ്. അതായത് ഒരു വല പോലത്തെ ഒരു സാധനമാണ്. അതിനകത്ത് കൂടെ ഈ ഗ്യാസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്ലോ ലഭിക്കുകയും കുറച്ചും കൂടെ ദൂരേക്ക് അത് ആ ഒരു ഫ്ലോ ഡയറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ടിഗ് വെൽഡിംഗ് ടോർച്ച് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. എയർ കൂൾഡും വരുന്നുണ്ട്, വാട്ടർ കൂൾഡും വരുന്നുണ്ട്. വാട്ടർ കൂൾഡിൻ്റെ സൈസ് എയർ കൂൾഡിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതൊരു ആർക്ക് വെൽഡിംഗ് ടെക്നിക്ക് തന്നെയാണ്. ഈ ഒരു സപ്ലൈ കാരണം ഈ ഒരു നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിനും വർക്കിനും ഇടയിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ആർക്ക് ജനറേറ്റ് ആവുകയും ആ ഒരു ആർക്കിൻ്റെ ടെമ്പറേച്ചർ കാരണം ബേസ് മെറ്റൽ ഉരുകുകയും ചെയ്യും. നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ആ ഒരു വെൽഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് AC-യിലും DC-യിലും ടിഗ് വെൽഡിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. DC-യിൽ നമുക്ക് രണ്ട് പൊളാരിറ്റി ഓപ്ഷൻ വരുന്നുണ്ട്. ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റിയും അതുപോലെ തന്നെ ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റിയിലും ഈ ഒരു ടിഗ് വെൽഡിംഗ് ചെയ്യാം. അത് നമുക്ക് എന്താണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്നുള്ളത് നോക്കാം. DCSP അതാണ് നമ്മൾ DC-യിൽ ടിഗ് വെൽഡിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ്. ഇവിടെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, വർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ 30% ഹീറ്റ് ഇലക്ട്രോഡിലും 70% ഹീറ്റ് വർക്കിലുമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഇവിടെ ഇലക്ട്രോഡിൻ്റെ ഓവർ ഹീറ്റിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഡ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് നമ്മൾ DCSP ഉപയോഗിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ വളരെ ഡീപ്പ് പെനിട്രേഷനുള്ള വളരെ നാരോ ആയിട്ടുള്ള വെൽഡാണ് ഈ DCSP ഉപയോഗിക്കുന്ന സമയത്ത് ലഭിക്കുന്നത്. ഇനി DC റിവേഴ്സ് പൊളാരിറ്റിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നോക്കാം. DC റിവേഴ്സ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, വർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും.
ഇലക്ട്രോഡിലായിരിക്കും 70% ഹീറ്റ് വരുന്നത്, വർക്കിൽ 30% ആയിരിക്കും ഹീറ്റ് വരുന്നത്. ഇവിടെ ഇലക്ട്രോഡിൽ ഹീറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇലക്ട്രോഡ് നന്നായിട്ട് ഓവർ ഹീറ്റ് ആവുകയും ഇലക്ട്രോഡ് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് DC RPയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു DC RP വളരെ റെയറായിട്ട് ടിഗ് വെൽഡിങ്ങിന് ഉപയോഗിക്കാറുള്ളൂ. വളരെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽസ് വളരെ ലോ ആംബിയർ കറണ്ടിൽ വെൽഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു DC RP ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ DC RP ഉപയോഗിക്കുന്ന സമയത്ത് വൈഡ് ആയിട്ടുള്ള പെനിട്രേഷൻ കുറഞ്ഞ വെൽഡാണ് ലഭിക്കുന്നത്. ഇനി DC റിവേഴ്സ് പൊളാരിറ്റി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓക്സൈഡ് ക്ലീനിങ് ആക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഓക്സൈഡ് ക്ലീനിങ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കറണ്ട് ഫ്ലോ DC RPയിൽ നടക്കുന്നത് വർക്കിൽ നിന്നും ഇലക്ട്രോഡിലേക്കാണ്. അപ്പോൾ വർക്കിൽ നിന്ന് ഇലക്ട്രോഡിലേക്ക് ഒരു ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ വർക്കിലുള്ള ആ ഒരു ഓക്സൈഡ് ഫിലിംസിനൊക്കെ ആ ഒരു ഫ്ലോ ഇതിൻ്റെ സർഫസിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും അവിടെ ഒരു ക്ലീനിങ് ആക്ഷൻ കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഓക്സൈഡ് ക്ലീനിങ് ആക്ഷൻ നമുക്ക് DC സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ ലഭിക്കില്ല, DC റിവേഴ്സ് പൊളാരിറ്റിയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി AC ഉപയോഗിച്ചുള്ള ടിഗ് വെൽഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ AC സപ്ലൈ ഉപയോഗിക്കുന്നത് അലൂമിനിയം അതുപോലെ തന്നെ മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മെറ്റൽസിനെ ടിഗ് വെൽഡ് ചെയ്യുന്ന സമയത്താണ്. ഈ AC ഉപയോഗിക്കുന്ന സമയത്ത് 50-50 ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമുക്കറിയാം AC-യിൽ ഒരു ഫിക്സഡ് പൊളാരിറ്റി ഇല്ല, പൊളാരിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും AC സപ്ലൈയിൽ. അപ്പോൾ ഒരു ഹാഫ് സൈക്കിളിൽ ഇലക്ട്രോഡ് പോസിറ്റീവ് ആവും, വർക്ക് നെഗറ്റീവ് ആവും. അടുത്ത ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇലക്ട്രോഡ് നെഗറ്റീവ് ആവും, വർക്ക് പോസിറ്റീവ് ആവും. അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഇലക്ട്രോഡ് പോസിറ്റീവും വർക്ക് നെഗറ്റീവുമായിട്ടുള്ള ആ ഒരു ഹാഫ് സൈക്കിളിനെ നമ്മൾ ക്ലീനിങ് ഹാഫ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓക്സൈഡ് ക്ലീനിങ് എഫക്റ്റ് ഈ ഒരു ക്ലീനിങ് ഹാഫിലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡ് നെഗറ്റീവും വർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഹാഫിന് നമ്മൾ പെനിട്രേഷൻ ഹാഫ് എന്നുമാണ് പറയുന്നത്. ഇനി പൾസ്ഡ് ടിഗ് എന്ന് പറയുന്ന ഒരു ടിഗ് വെൽഡിങ് ടെക്നിക് ഉണ്ട്. ഈ പൾസ്ഡ് ടിഗിൽ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കറണ്ട് ഒരു മിനിമം ലിമിറ്റിനും ഒരു മാക്സിമം ലിമിറ്റിനും ഇടയിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി വർക്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാനും അതുവഴി വർക്കിൻ്റെ ഡിസ്റ്റോർഷൻ കുറയ്ക്കാനും സഹായിക്കും. ഇനി ഈ ടിഗ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡുകളെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ 0.5 മില്ലിമീറ്റർ മുതൽ 8 മില്ലിമീറ്റർ വരെ ഡയമീറ്ററിൽ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സൈസുകൾ 1.6, 2.4, 3.2 ആൻഡ് 4 മില്ലിമീറ്റർ ആണ്. നമ്മൾ ഈ ഒരു ഇലക്ട്രോഡിൻ്റെ സൈസ് മെയിനായിട്ട് തീരുമാനിക്കുന്നത് ഈ ഒരു കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ്. ഇനി നമ്മൾ ഈ ടിഗ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ ടിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊരു കണക്കുണ്ട്. നമ്മൾ DC സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് കോണിക്കൽ ടിപ്പുള്ള ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ തന്നെ എൻഡ് നമ്മളൊരു 0.5 മില്ലിമീറ്റർ ഡയമീറ്ററിൽ നമ്മൾ ഒന്ന് ഫ്ലാറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോഡിൻ്റെ ലൈഫ് കൂട്ടാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ AC ടിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്സിൻ്റെ എൻഡ് റൗണ്ടഡ് ആയിരിക്കും. ഇനി ഈ ഇലക്ട്രോഡിൻ്റെ ടിപ്പ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൈൻഡിങ് മാർക്സ് എപ്പോഴും ആ ഒരു ഇലക്ട്രോഡിന് എലോങ് ആയിട്ട് തന്നെ ലെങ്ത് വൈസിൽ വേണം വരാൻ, ആ രീതിയിൽ വേണം ഗ്രൈൻഡ് ചെയ്യാൻ. ഇതേപോലെ ക്രോസ് ആയിട്ട് ഗ്രൈൻഡിങ് മാർക്സ് വരുന്ന രീതിയിൽ ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. പ്യുവർ ടങ്സ്റ്റൺ മാത്രമല്ല നമ്മൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ടങ്സ്റ്റൻ്റെ കൂടെ നമ്മൾ ചില അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല അലോയിങ് എലമെൻറ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡുകൾ അവൈലബിൾ ആണ്. എന്തായാലും എല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഒരു കളർ കോഡിങ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഇലക്ട്രോണിൻ്റെ അവസാനത്തെ 10 മില്ലിമീറ്ററിലായിരിക്കും ആ ഒരു കളർ കോഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ പ്യുവർ ടങ്സ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് AC വെൽഡിങ്ങിനാണ് അത്തരത്തിലുള്ള ഇലക്ട്രോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി 2% തോറിയം ആഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ് റെഡ് കളറിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് സ്റ്റീൽ, ലോ അലോയ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവയ്ക്കൊക്കെയാണ് ആ 2% തോറിയം ആയിട്ടുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത്. ഇനി 1% ലാന്തനം ആയിട്ടുള്ള ഇലക്ട്രോഡ് നമ്മൾ ബ്ലാക്ക് കളറിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് ടിഗ് വെൽഡബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റലിൻ്റെ മുകളിലും ഈ ഒരു 1% ലാന്തനമുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും പല കളർ കോഡുകളുണ്ട്. അതിൻ്റെ ചാർട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഇനി എന്തൊക്കെയാണ് ഈ ടിഗ് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകൾ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജുകൾ എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടിഗ് വെൽഡിങ്ങിലെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള വെൽഡായിരിക്കും. നമ്മൾ വേറെ ഫിനിഷിങ്ങിനൊന്നും ആവശ്യമില്ലായിരിക്കും. നല്ല വൃത്തിയുള്ള വെൽഡാണ് നമുക്ക് ടിഗ് വെൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് ഷീൽഡിങ് ഗ്യാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഫ്ലക്സിൻ്റെ ആവശ്യമില്ല. ഫ്ലക്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു വെൽഡിൻ്റെ മുകളിൽ സ്ലാഗുകളൊന്നും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ തന്നെ വെൽഡ് സ്പാറ്ററിൻ്റെ ഇഷ്യൂ ഇവിടെ ടിഗ് വെൽഡിങ്ങിൽ അധികം വരുന്നില്ല. കാരണം സ്പാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഉരുകിയിട്ടുള്ള മെറ്റൽ ഇങ്ങനെ തെറിച്ച് പോയി ആ മെറ്റൽ വൃത്തികേടാവുന്ന ആ ഒരു ഡിഫക്റ്റിന് നമ്മൾ സ്പാറ്റർ എന്ന് പറയുന്നത്. ആ സ്പാറ്ററിൻ്റെ ഇഷ്യൂ നമുക്ക് ടിഗ് വെൽഡിങ്ങിൽ വരുന്നില്ല. അതുപോലെ തന്നെ ടിഗ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് അധികം ഫ്യൂംസ് ഒന്നും ഉണ്ടാവില്ല. ഈ പുകയുടെ അധികം പ്രശ്നമൊന്നും ടിഗ് വെൽഡിങ്ങിൽ വരുന്നില്ല. ഈ പുക ഉണ്ടാകുന്നില്ല എന്ന് കരുതിയിട്ട് വിഷവാതങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല. ഈ ടിഗ് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈട്രജൻ ഓക്സൈഡ് അതുപോലെ തന്നെ ഓസോൺ പോലുള്ള നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്ന ഗ്യാസുകൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്.
ഇനി ടിഗ് വെൽഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടിഗ് വെൽഡിങ് മറ്റുള്ള വെൽഡിംഗ് പ്രോസസ്സുകളെ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ മെറ്റലിൻ്റെ ഡെപ്പോസിഷൻ റേറ്റ് ഒക്കെ മറ്റുള്ള വെൽഡിങ്ങിനെ അപേക്ഷിച്ച് കുറവാണ്. അതുപോലെ തന്നെ ടിഗ് വെൽഡിങ്ങിന് വളരെയധികം സ്കില്ല് ആവശ്യമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനുവലായിട്ട് ടിഗ് വെൽഡിങ് ചെയ്യുന്നതിനായിട്ട് നല്ല സ്കില്ല് തന്നെ ആവശ്യം ഉണ്ട്. അപ്പോൾ തന്നെ ഈ ടിഗ് വെൽഡിങ്ങിൻ്റെ എക്യുപ്മെൻ്റ് ഒക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.